2023 ജൂലൈ 25 ഹരിയാനയിലെ അശോക സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്ന സബ്യസാചി ദാസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ പിൻവാങ്ങൽ എന്ന പേരിൽ, എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് ബാക്ക് സ്ലൈഡിംഗ് ഓഫ് ഇൻ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി എന്ന പേരിൽ ഒരു ലേഖനത്തിലൂടെ, ഒരു പ്രബന്ധത്തിലൂടെ, ഒരു പഠനത്തിലൂടെ ഇന്ത്യയിലെ 2019 പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന കൃത്രിമങ്ങളെ കുറിച്ച് ഒരു വലിയ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ചില സീറ്റുകൾ എങ്ങനെയാണ് സ്വന്തമാക്കിയതെന്ന് അന്വേഷിച്ചപ്പോൾ അതിൽ കൃത്രിമം നടത്തിയെന്ന് ആരോപിക്കുന്നതായിരുന്നു ഈ ലേഖനം. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ അങ്ങനെയാണെന്നാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം പ്രധാനമായും പരിശോധിച്ചത് 2019 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ടോ എന്നാണ്. അതിന് അദ്ദേഹം വിശദമായിട്ട് 2 വിഷയങ്ങളാണ് ആഴത്തിൽ പഠിച്ചത്. അതിൽ ഒന്നാമത്തെ വിഷയം, വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവം, മനഃപൂർവ്വം ആരെങ്കിലും മുസ്ലിം പേരുകൾ നീക്കം ചെയ്തിട്ടുണ്ടോ. രണ്ടാമത്തെ വിഷയമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്ത് പഠിച്ചത്, വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് കൃത്രിമം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ. ഇത് നമ്മളുടെയൊക്കെ വലിയ ആശങ്കയുള്ള 2 ചോദ്യങ്ങളാണല്ലോ അല്ലെ. പഠനത്തിൽ പ്രധാനപ്പെട്ട മറ്റു ഒരുപാട് പഠനങ്ങൾ റഫറൻസുകളായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തേത്, തെരഞ്ഞെടുപ്പുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ പക്ഷപാതിത്വത്തെ കുറിച്ച് 2022 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്ന ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിന്റെ ഡയറക്ടർ സ്ഥാനങ്ങളിൽ BJP നോമിനികളെ തിരികെ കയറ്റി കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കായുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നത് സംബന്ധിച്ച അതീവ തന്ത്രപ്രധാന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന BELന്റെ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 പേർ പ്രത്യക്ഷമായ BJP ബന്ധമുള്ളവരാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹികളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട അതീവ പ്രാധാന്യമുള്ള ചുമതലകളിലേക്ക് നിയമിക്കുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആധികാരികതയെ സംബന്ധിച്ച ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. ധനകാര്യ ഊർജ്ജ സെക്രട്ടറി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിച്ച ഡോക്ടർ ES ശർമ്മ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനും മറ്റ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും അയച്ച കത്തിലാണ് അട്ടിമറി ശ്രമങ്ങൾ വെളിപ്പെടുത്തുന്നത്. EVMകളുടെ കാതലായ ചിപ്പുകൾ ഉൾച്ചേർത്ത രഹസ്യ എൻക്രിപ്റ്റഡ് സോഴ്സ് കോഡിന്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇടപെടാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്. ഡയറക്ടർ ചുമതലയിലുള്ള വ്യക്തിക്ക് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാൻ അധികാരമുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ഒരാളായി അതിന്റെ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്നത് രാജ്കോട്ടിൽ നിന്നുള്ള BJP ജില്ലാ പ്രസിഡന്റായ മൻസൂഖ് ഭായ് ശ്യാംജി ഭായ് ഖചാരിയെയാണ്. ഖചാരിയെ കൂടാതെ BELന്റെ മറ്റു 3 സ്വതന്ത്ര ഡയറക്ടർമാർക്കെങ്കിലും BJPയുമായി ബന്ധമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായി അംഗീകരിച്ച BEL അതിന്റെ സോഴ്സ് കോഡ് ഒരു ഓപ്പൺ ഇൻഡിപെൻഡന്റ് ഓഡിറ്റിന് വിധേയമാക്കാൻ വിസമ്മതിച്ചത് ഈ പശ്ചാത്തലത്തിൽ സംശയങ്ങൾ ഉണർത്തുന്നതാണ്. രാജ്യത്ത് EVMകൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും കൃത്രിമത്വത്തിനുള്ള സാധ്യതയെക്കുറിച്ചും ആശങ്കകൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇത്തരം രഹസ്യ നിലപാടുകൾക്ക് പിന്നാലെ തിരികെ കയറ്റൽ കൂടി പുറത്തുവന്നത് ആശങ്കകൾ ശക്തിപ്പെടുത്തുകയാണ്.